സമയത്ത് അതിന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ഈ ഒരു കൂട്ടായ്മയിലേക്ക് വരിക എന്ന് പറയുന്നത്. കുട്ടികൾ ഈ ക്ലാസ്സിലുമാണ്. അപ്പൊ എല്ലാവർക്കും പഠന സമയമുണ്ടല്ലോ, അനുഭവക്കുറിപ്പ്, പ്രതികരണക്കുറിപ്പ്
നീലകണ്ഠ അയ്യോ അനുദാരെ നീലകണ്ഠ നീലകണ്ഠ പറ്റുന്നില്ല. എന്ത് പറ്റിയാന്ന് എനിക്കറിയത്തില്ല. ഇവിടുന്ന് നമ്മള് പോവുക. അമ്മ പറയുന്ന കേട്ട് ഇവിടുന്ന് പോവുകയെന്ന് അമ്മ പറയുന്ന കേട്ട്. അമ്മ അമ്മ ശരിയാണ് മോളെ, ഞങ്ങൾ ഈ നാട് വിട്ട് പോകുന്നതിന് മുൻപ് മോളെ ഒന്ന് കാണണമെന്ന് അവൻ പറഞ്ഞു, അതുകൊണ്ട് വന്നതാണ് ഞങ്ങൾ. എനിക്കിനി നിന്നെ കാണാൻ പറ്റത്തില്ല. ഈ പേനൊക്കെ നീ വെച്ചോ. എനിക്കെന്തിനാ ഇത്? നീ വേഗം സുഖമായി വരും, നമ്മൾ ഒരുമിച്ച് ഈ പഠിക്കും. എല്ലാവരും കാണുന്നുണ്ടൊരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. ഇല്ല ഇല്ല, അങ്ങനെയല്ല, നമ്മൾ ഒരുമിച്ച് ഇനി വീണ്ടും പഠിക്കും. ഒരു പ്ലാനാണ് ഇവിടെ പറയുന്നത്. 40 മിനിറ്റാണ് സമയം. പഠന ലക്ഷ്യം വിവിധ സർഗാത്മക രചനകൾ, അത് കഥ, നാടകം തുടങ്ങി നിർവഹിച്ചത് BRC ട്രെയിനർ ശ്രീ വിനോദ് സാർ, ബഹുമാനപ്പെട്ട കിളിമാനൂർ AO ശ്രീ പ്രദീപ് സാർ, ശ്രീ നവാസ് സാർ എന്നിവർ സംസാരിച്ചു. പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ ഘട്ടത്തിൽ ശേഷമാണെന്ന് തോന്നുന്നത് 2 വർഷം മുമ്പ് ലിപി പരിഷ്കരണം നിലവിൽ വന്നിട്ട് നമുക്ക് ക്ലസ്റ്ററിലൊക്കെ ഞാനന്ന് കല്ലറയാണ് പങ്കെടുത്തത്. കഴിഞ്ഞ വർഷമൊക്കെ രവി ചിരിച്ചുപോയി. അവൾ കൊടുത്തു. എന്താ പേര് പറയൂ സാർ. ആരിച്ചാകാത്ത കഥ. രവി ചിരിച്ചുപോയി. അവൾ കൊടുത്തു. എന്താ പേര്? രവി ചോദിച്ചു. കുഞ്ഞാമിഞ്ഞ. ശരി, രവി പറഞ്ഞു. രവി കഥ പറയാനൊരുങ്ങി. എന്ത് കഥയാ വേണ്ടത്? സാർ, ആരും ചാകാത്ത കഥ, അതാ വേണ്ടത്. അതിന് ചാകാത്ത കഥ. എന്താ പേര്? കുഞ്ഞാമിന. ഒരു കഥയിൽ പോലും ആരും ചാകരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടി. അപ്പോ അത്രത്തോളം വലിയൊരു കാഴ്ചപ്പാടാണ് ആ കുഞ്ഞു കുട്ടിയിലുള്ളത്. അപ്പൊ അത്തരത്തിൽ കുട്ടികളിൽ അത്തരത്തിലുള്ള തീർക്കാൻ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കരങ്ങളെ നമ്മൾ ആദ്യം പ്രശംസിക്കണം. ആ കരങ്ങൾക്കുടമകളാണ് ബിന്ദു ടീച്ചറും ശ്രീലേഖ ടീച്ചറും. ചെയ്ത് പഠിക്കുന്ന ഒരു സാധനമാണ്. കഥകളെ കുറിച്ച് ക്ലാസ് കൂടി തിളങ്ങിയതുപോലെ കാലിൽ ഈ ടിവിയിൽ കൂടെ പോയി കണ്ടവരല്ലാതെ ആ പോയി കാണുന്നവർ വളരെ ചുരുക്കമാണ്. കാരണം പലയിടത്തും പോയി കാണുമ്പോൾ നമ്മുടെ മലയാള അധ്യാപകരോട് എത്രയുണ്ടെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ഏതാണ്ട് കൊട്ടാരക്കര താലൂക്കിലും തിരുവനന്തപുരത്തിന്റെ വേറെ കുറേ ഭാഗങ്ങളിൽ പോയി കാണുന്ന ഒരാളാണ് ഞാൻ കണ്ടിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്, അഹങ്കാരം കൊണ്ടല്ല. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ സംശയമാണ്. അപ്പൊ അവളുടെ മനസ്സിലെ കലകളൊക്കെ വിവാഹത്തോടു കൂടിയോ അല്ലെങ്കിൽ കുട്ടികളെ പ്രസവിക്കുന്നതോടുകൂടിയോ അവരുടെ ഉത്തരവാദിത്തത്തോടു കൂടിയോ ഒക്കെ തീരുന്നു എന്നുള്ളൊരു വലിയ. അപ്പൊ നമ്മൾ അതെല്ലാം എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സ്കൂളിൽ ഇത് അവതരിപ്പിക്കാൻ പറ്റും. ഇപ്പൊ തിരക്കഥയുടെ പാഠഭാഗം, ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ് നിർമ്മാണം, തിരക്കഥാ നിർമ്മാണം, അങ്ങനെയാണ് ഓരോ അങ്ങനെ തുടങ്ങുന്നത്. അല്ലെങ്കിൽ അതിന്റെ പിന്നണിയായിട്ട് പറയാൻ പറഞ്ഞിരുന്നതാണ്. പറഞ്ഞു
വിദേശ രാജ്യത്ത് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ പോയിട്ട് അവിടെ ചെന്ന് വിട്ട് ഒരു ബസറയിൽ എത്തിച്ചേർന്ന നജീബിന്റെ ദുരിതം ആണ് നമ്മൾ ആ നോവൽ ടി വി കണ്ടിട്ട് വലിയ കാര്യം. ജനകീയമായ ദൃശ്യമാധ്യമം അല്ല, ഏറ്റവും കൂടുതൽ പേരെ ആകർഷിക്കുന്നത് ഏത് തന്നെയാണ്? സിനിമ എന്ന് നമുക്ക് ഉത്തരം പറയാം അല്ലെ. സിനിമയാണ് ഏറ്റവും കൂടുതൽ പേരെ ആകർഷിക്കുന്ന ആ അത് വീഡിയോ പ്രദർശനം നടത്തി. അത് മമ്മൂട്ടിയുടെ സിനിമയിലെ ഒരു വീഡിയോ പ്രദർശനമായിരുന്നു നടത്തിയത്. പിന്നെ എനിക്കൊരു അഭിപ്രായമുള്ളത് ഈ സന്തോഷ് വർക്കിയ അങ്ങനെ ക്ലാസിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നേരത്തെ സുജിത് സാർ പറയും എന്നുള്ളത് ഇന്നത്തെ ക്ലാസ്സിൽ ബോധ്യപ്പെട്ട ഒരു സംഗതിയാണ്. മറ്റൊന്ന് നേരത്തെ സൂചിപ്പിച്ചതാണ് ഈ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം ക്ലാസ്സിൽ ഉറപ്പുവരുത്തുക അധ്യാപകർ എപ്പോഴും ചെയ്യേണ്ടതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾ പലപ്പോഴും വിദ്യാർത്ഥികളെ കാഴ്ചക്കാരാക്കി നമുക്ക് ഒരു പ്രതികരണം എഴുതാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പോൾ സ്വീകരിക്കാവുന്ന ഒരു മാർഗം, ഇത് ഞാൻ സ്വീകരിക്കുന്ന മാർഗമല്ല, ഞാൻ മറ്റു അധ്യാപകരിൽ നിന്ന് ചോദിച്ചു അത് നമ്മുടെ നിലനിൽപ്പിന്റെ പ്രശ്നം കൂടെ ആയിത്തീർന്നപ്പോൾ നാം സ്വീകരിക്കുന്ന ഒരു തന്ത്രമാണ്. പക്ഷെ അതിനെ സമഗ്ര ഗുണമേന്മ പദ്ധതി എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കും. അടുത്ത വർഷം എന്തായാലും തുടക്കം തൊട്ടേ പേടി മനസ്സിൽ വരും. എനിക്ക് കഴിഞ്ഞ വെക്കേഷന് മുമ്പ് തന്നെ പലർക്കും എ ട്രെയിനിങ് ഒക്കെ അനൂപ് സാറൊക്കെ അന്ന് എയുടെ ഗുണത ഇപ്പൊ എന്താ പരീക്ഷ എഴുതി നമ്മൾ വീണ്ടും പരീക്ഷ നടത്തി അല്ലേ? ആ പരീക്ഷയുടെ വ്യക്തമായ ഒരു മോണിറ്ററിംഗ്, അത് പ്രിന്റ് എടുത്ത് ഓരോ സ്കൂളുകളിലും വ്യക്തമായ രീതിയിൽ എല്ലാ അധ്യാപകർക്കും അതിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാവും. ഇത്തരം രീതിയിലാണ് പ്രവർത്തനം നടക്കുന്നതെന്നും മോണിറ്ററിംഗ് നടക്കുന്നതെന്നുള്ളൊരു രൂപ പ്രക്രിയയിലേക്ക് വരുന്ന സമയത്ത് ആദ്യഘട്ടത്തിലുണ്ടായ ഒരു പ്രശ്നം നേരത്തെ പറഞ്ഞ കണക്ക് വായിക്കാൻ അറിഞ്ഞുകൂടാന്നുള്ള പ്രശ്നം വന്നു. ഇപ്പോൾ അക്ഷര പഠനം മുതൽ ആരംഭിക്കേണ്ടി വന്നു. ചെറിയ ചെറിയ പടവുകൾ ചവിട്ടിക്കയറി ഒടുവില് വായനയിലേക്കും എഴുത്തിലേക്കും അവതരണത്തിലേക്കും മെച്ചപ്പെടുത്തലിലേക്കും ഒക്കെ എത്തി. വലിയ മെച്ചമുണ്ടായി. തുടക്കത്തിൽ നിന്ന് അവസാനം എത്തിയപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചതിന്റെ ഏതാണ്ട് ഒരു 60-65% പുരോഗതി ആ കാര്യത്തിലുണ്ടായി. പക്ഷെ ഒരു ക്ലാസ്സിലെ പലതരത്തിലുള്ള കുട്ടികളുണ്ട്, പല നിലവാരക്കാർ. 4 ചുമലുകൾക്കുള്ളിൽ മാത്രം നിന്നുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളെ നമ്മൾ തന്നെ പറഞ്ഞ് മികച്ചത് എന്ന് പറയുന്നിടത്തല്ല നമ്മുടെ വിജയം എന്ന് പറയുന്നത്. മറിച്ച് പുറം ലോകത്തുള്ള റിയലിസ്റ്റിക് സിനിമയാണല്ലോ. അപ്പൊ അതില് വന്നിട്ടുള്ള ഈ വേഷവിധാനങ്ങൾ ആദ്യകാലങ്ങളിൽ അത് വന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പാഠപുസ്തകം എല്ലാം ഒരേ കണക്കാണ്. കേരളത്തിൽ ഒട്ടുമുക്ക നമ്മുടെ ഭാഷാഭേദം, നമ്മൾ സംസാരിക്കുന്ന ഭാഷയുടെ രീതി വ്യത്യാസമാണ്. അച്ചടി ഭാഷ എന്ന് പറയുന്നത് പറയാനുണ്ട്. ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കാൻ ആവശ്യമായിട്ട് നമ്മൾ എടുക്കുന്ന ലെസൺ പ്ലാൻ അനുസരിച്ചുള്ള എല്ലാ വിഭവങ്ങളും ശേഖരിച്ചുകൊണ്ട് വേണം പോകാൻ. അതെല്ലാം ഒറ്റ പോർട്ടലിൽ കിട്ടുന്നു എന്നുള്ളതാണ്. മിക്കവാറുള്ള എല്ലാ പാഠങ്ങളെ കുറിച്ചുള്ള അത്യാവശ്യം വേണ്ട എല്ലാ ഫുൾ വീഡിയോ വോയിസ് ഉൾപ്പെടെയുള്ള ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് നമ്മുടെ അധ്യാപക സംഘടനകളുടെ ടീം ആണ് വിസിറ്റ് ചെയ്തിട്ടുള്ളത്. അത് സംസ്ഥാന തലം മുതൽ താഴെ ഫീൽഡ് ലെവൽ വരെ സംസ്ഥാനത്തിന്റെ വിവിധ മനോഹരമായ ഒരു അവധിക്കാലം ഏറ്റവും പ്രധാനമായിട്ട് അത് തന്നെയാണ് വേണ്ടത്. ഒപ്പം ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കാം. ഈ ജില്ലക്കാരനല്ല, താമസത്തോടെയാണ് ജോലി ചെയ്യുന്നത്. സീനിയറായിട്ട് പഠിക്കാം. ഒരു പരിപൂർണ്ണ പങ്കാളിത്തം കൂടുതൽ പ്രവർത്തനങ്ങൾ പിന്നെ ഉൾപ്പെടുത്താൻ കഴിയുന്നു. നേരത്തെ പറഞ്ഞതുപോലെ വളരെ സന്തോഷം ഇവിടെ വരികയും നമ്മളോട് സംവദിക്കുകയും നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കാനായിട്ടിരിക്കുകയും തീർച്ചയായിട്ടും ആ സാറ് പറഞ്ഞത് സാറ് അത് അറിഞ്ഞില്ല, അല്ലാതെ സൗകര്യങ്ങളെല്ലാം മിക്കവാറും തന്നെ പൂർണ്ണ വളർച്ച എത്തുന്നതിന് മുമ്പ് മരിച്ചു പോകുന്ന ഒരേ ഒരു ജീവി മനുഷ്യനാണ് എന്നതാണ്. അപ്പൊ ഈ ഒരു തരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സെഷൻ വച്ചിരിക്കുന്നത്. അത് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി സ്നേഹാദരവോടുകൂടി ചിത്ര ടീച്ചറിനെ ക്ഷണിക്കും. കുട്ടികൾക്ക് അനുയോജ്യമായിട്ടുള്ള ശാന്തിയുടെയും സമാധാനത്തിന്റെയും പ്രവാചകരായി അദ്ദേഹം മാറി. ഓക്കെ, അപ്പോൾ ഞങ്ങൾ വന്നത് മോണിറ്ററിങ്ങിന് വേണ്ടിയിട്ടാണ്. എങ്ങനെയുണ്ട് നിങ്ങൾക്ക് പോയ
4 സ്കൂളുകളിൽ ഏറ്റവും കുറഞ്ഞ മാർക്ക് കിട്ടി ഏറ്റവും അധികം കുട്ടികൾ തോറ്റത് മലയാളത്തിലാണ്. ലാംഗ്വേജ് ടീച്ചേഴ്സിന് പൊതുവെ ഭാഷാ അധ്യാപകർക്കാണ് ഏറ്റവും അധികം കഴിയുന്നത്. അപ്പോൾ ലഹരിയെ പറ്റി എന്നും അവരെ അവബോധരാക്കുക, എന്നും പറയുക. 2 മിനിറ്റ് സംസാരിച്ചാൽ മതി. ഒരു ക്ലാസ്സിൽ നമ്മൾ പോകുന്ന ഒരു ക്ലാസ്സിൽ 2 മിനിറ്റ് സംസാരിച്ചാൽ മതി. അപ്പോൾ ഓരോ ദിവസവും എല്ലാ ടീച്ചേഴ്സും ഈ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുറേയെങ്കിലും ഒക്കെ ഒരു മാറ്റം നമുക്ക് വരുത്തിക്കൊണ്ടുവരാനായിട്ട് പറ്റും. എല്ലാവരും ഒരേ കാര്യം തന്നെ പറയുമ്പോഴത്തേക്കും കുട്ടികൾ തന്നെ അതിനെപ്പറ്റി തോന്നൂലേ? സ്വാഭാവികമായിട്ട് തോന്നാൻ ഇടയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അവബോധം നമ്മൾ തന്നെ സ്വയം സൃഷ്ടിക്കുകയും നമ്മൾ ഭാഷാ അധ്യാപകർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവരെ വായനയിലേക്ക് കൊണ്ടുവരിക. വായന ആകട്ടെ. കൂട്ടായ്മയാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. അക്ഷരജ്ഞാനത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സിസ്റ്റത്തിന്റെ ഒരു പ്രശ്നമാണെന്ന് ഇവിടെ പലരും ചൂണ്ടിക്കാണിച്ചു. നമ്മുടെ അക്ഷരമാല എന്ന് നമ്മുടെ ഒരു വർഷം നമ്മുടെ വിദ്യാലയങ്ങളിൽ അനുഭവിച്ച അല്ലെങ്കിൽ നമ്മുടെ മൊഡ്യൂളുകൾ കൈകാര്യം ചെയ്യുന്നതിൽ അനുഭവപ്പെട്ട ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനും വരുന്ന ഒരു വർഷം നമുക്ക് വളരെ കൃത്യതയോടുകൂടി ക്ലാസ്സുകൾ നയിക്കുന്നതിനുമൊക്കെ ഉള്ള തയ്യാറെടുപ്പുകളാണ് ഇവിടെ നടന്നുകൊണ്ടേ ശ്രമിക്കണം. കാരണം നമ്മുടെ ഭാരതം സാഹിത്യം DPO ലക്ഷ്മി ടീച്ചർ, DPC നവാസ് സാർ, മറ്റു മോണിറ്ററിംഗ് അംഗങ്ങൾ, ഞങ്ങളുടെ കൈകൾ ആർപിമാരുടെ കൈകളിൽ അവിടുന്ന് കിട്ടിയ എല്ലാ മൊഡ്യൂളും ഒട്ടും ചോരാതെ കുറച്ചുകൂടി അതിൽ ചേർത്തുകൊണ്ടാണ് ഞങ്ങൾ നമ്മളെ തന്നു. ഞാൻ ഇവരുടെയൊക്കെ പറഞ്ഞു എല്ലാവരും എന്നെ ഞാൻ അനുസരിച്ചു. അല്ല, ഇവരെല്ലാവരും ഒരു ദിവസം ചെയ്യാൻ നിൽക്കണ്ട, 2 ദിവസമായിട്ട് ചെയ്താൽ മതി. ഞാൻ 2 ദിവസമേ ഉള്ളൂ. കളിക്കുന്നില്ലേ? ആഹാരം കഴിക്കുക എന്നാണ് പറയുന്നത്. അതായത് രാവിലെ നേരത്തെ കഴിക്കുക, നേരത്തെ കഴിപ്പ് നിർത്തുക എന്നുള്ളതും അവനവന് വേണ്ടുന്ന രീതിയിലുള്ള മൈദ കൂടിയ ആഹാര സാധനങ്ങളും
ഉപയോഗിച്ചത് ഉപയോഗിച്ച് വീണ്ടും വീണ്ടും നമ്മളത് ഉപയോഗ സംസ്കാരം അഴുകി നിന്ന് ഒഴിവാകണമെന്ന് അവിടെയുള്ള മറ്റ് അധ്യാപകർക്ക് ഡ്യൂട്ടി നൽകണമെന്നും പറഞ്ഞുകൊണ്ട് നിൻപദം ഒന്നൊന്നായെണ്ണി ടീം ആണ് വിസിറ്റ് ചെയ്തിട്ടുള്ളത്. അത് സംസ്ഥാന തലം മുതൽ താഴെ ഫീൽഡ് ലെവൽ വരെ സംസ്ഥാനത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ സുനിത വില്യംസ് എന്ന ഏത് ഗാനമെടുത്താലും സുനിത വില്യംസിന്റെ യാത്ര ഒടുങ്ങാത്ത നിശ്ചയദാർഢ്യത്തിന്റെയും അടങ്ങാത്ത ആവേശത്തിന്റെയും വിഹായസ് കീഴടക്കിയതിന്റെ ദീപ്തമായ ചിത്രമാണ് സുനിത വില്യംസ് എന്ന ധീരയായ വനിതയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ചെറിയ പ്രതിസന്ധികൾക്ക് മുന്നിൽ പോലും തളർന്നവർക്കുള്ള ഒരു ഉത്തരമാണ് സുനിത വില്യംസ്. സ്ത്രീയുടെ ജീവിതത്തിന് അതിരുകളില്ലെന്ന് മനസ്സിലാക്കി തന്നവൾ സുനിത വില്യംസ്. ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസിന്റെ ജീവിത യാത്ര 2024 വില്യംസും ഇപ്പോൾ ISSൽ 9 മാസത്തെ ആസൂത്രിതമല്ലാത്ത താമസം പൂർത്തിയാക്കി. ഇത് അവരുടെ യഥാർത്ഥത്തിൽ നിശ്ചയിച്ചിരുന്ന സന്ദർശനത്തേക്കാൾ കൂടുതലാണ്. അറിയിപ്പ് കിട്ടുകയും ആ ദിവസത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയും ചെയ്തു. ആ ദിവസം വന്നു. ആ ദിവസം ഒരു കുട്ടിയുടെ മനസ്സിലുള്ള ഏത് അജ്ഞതയെയും മാറ്റുക എന്നുള്ളതാണ് അർത്ഥം. ഇവിടെ ഭാഷാധ്യാപകനെന്നോ ശാസ്ത്രാധ്യാപകനെന്നോ മുമ്പിൽ സ്റ്റാറാവും. എന്റെ ടീച്ചറിന് എല്ലാം അറിയാം, എനിക്കെല്ലാം പറഞ്ഞു തരും എന്നൊക്കെ പറയും. ഇപ്പൊ തന്നെ നമുക്ക് സ്കൂൾ തുറന്ന് ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ നമ്മളൊരു വലിയ ഭീകരമായ ചെയ്യാൻ പറ്റൂ. അതായത് നമുക്കൊരു 10ാം ക്ലാസ്സിലെ ഒരു പാഠമുണ്ട് നരബലി. ജൂണിൽ നാസ ഒരു ബഹിരാകാശ യാത്രികയായി സുനിത വില്യംസിനെ മാത്രമേ നമുക്ക് അതിനെ കുറിച്ച് അറിയാൻ കഴിയത്തുള്ളൂ. അല്ലെങ്കിലേ അത് വായിച്ചു നോക്കി ഒരു കാര്യം മനസ്സിലാക്കി. അതിപ്പോ ഞാൻ നിങ്ങളോടും കൂടെ ഒന്ന് പറയാം. ഓൺലൈൻ ഷെയർ ട്രേഡിംഗിലൂടെ 850% ലാഭം വാഗ്ദാനം ചെയ്തായിരുന്നു. സ്കൂൾ ഗ്രൂപ്പിലായിരിക്കും പോലില്ല. അന്ന് ആ നമ്മുടെ സ്കൂളിലുള്ള ആരായിട്ട് നീ പിടിയില്ല. അപ്പൊ ഞാൻ എനിക്ക് എന്ന് പറയുമ്പോ നമ്മുടെ വീട്ടില് പ്രായം ചെന്ന കുറെ പേരുണ്ട്. ഇപ്പൊ അപ്പോ അതിന്റെ അർത്ഥം നമ്മൾ പലപ്പോഴും കൊടുക്കാണ്ടിരിക്കപ്പെട്ടതാണ്. ഞാനെന്നല്ല, നമ്മളിവിടെ ഇരിക്കുന്ന ഒരു കൃഷി എന്നതിനപ്പുറം ഇത് ഒരു സ്നേഹബന്ധത്തിന്റെ കഥ കൂടിയാണ്. സ്ഥിരമായിട്ട് പച്ചപ്പുല്ലും വെള്ളവും ചോദ്യങ്ങൾ ചോദിക്കുന്നു. നീ ഇന്നലെ രാത്രി എവിടെയായിരുന്നു? ചെയ്യേണ്ടവരാണ്. നമ്മുടെ ഒരു 12 വയസ്സുള്ള ഒരു മകൻ നോക്കി നിൽക്കുന്നു. ಅದು ಪೈಸೆ ಗೋಳವ. ഈ അവസരത്തിൽ നമ്മുടെ കൂട്ടായ്മയുടെ ആ ഒരു സന്തോഷം രേഖപ്പെടുത്തുന്ന ചില ചടങ്ങുകളാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നമ്മുടെ കൂട്ടായ്മയുടെ സമർപ്പണമായി നമ്മുടെ ആർപിമാര്, പ്രിയപ്പെട്ട അധ്യാപകർ, നമ്മുടെ ഈ കൂട്ടായ്മയിൽ നിന്ന് രാജു സാറ് HM ആയിട്ട് പോകുന്നു. സാറ്, പ്രിയപ്പെട്ട ആർപ്പിമാരെ, പ്രിയപ്പെട്ട അധ്യാപകർ, നമ്മളിപ്പോ ഈ അതിനോട് ബഹുമാനപ്പെട്ട ശ്രദ്ധ സാറിനെ ക്ഷണിക്കുന്നു. രണ്ടെണ്ണം സംഭാവന ചെയ്തത് ഉണ്ണിസാറിലൂടെയാണ്. അപ്പൊ അത് നമ്മൾ പറയാൻ പറ്റില്ല കിട്ടുന്നതിൽ. അപ്പം എന്തായാലും ശരി, ഒരു 2 വാക്കുകൾ. ഈ ക്ലസ്റ്ററിന് എത്തിയിട്ടുള്ള എല്ലാ അധ്യാപകരെ കുറിച്ച് ആലോചിച്ചില്ല. രംഗമാൻ സാറും പ്രിയപ്പെട്ട RPs അധ്യാപകരും, മറ്റൊരു
ജില്ലയിൽ നിന്നും, ഇടുക്കി ജില്ലയിൽ നിന്നും ഇവിടെ വരുമ്പോൾ രാവിലെ ജോലിക്ക് പോകാനുള്ളതല്ലേ, എന്തെങ്കിലും ഒന്ന് എന്നെ ഒന്ന് സഹായിക്കണ്ടേ? എനിക്ക് ജോലിക്ക് പോകാനുള്ളതല്ലേ, അങ്ങ് കിടന്ന് ഉറങ്ങിയാ മതിയാ. പോകുന്നില്ലേ? നമ്മളാ എന്നോട് മുമ്പ് വർക്ക് സുഖമില്ലേ, അവൻ ഗൾഫിൽ നിന്ന് വന്നിട്ടുള്ളൂ. അപ്പൊ അവൻ നമ്മളെ ചെറുതായിട്ടൊന്ന് കൂടുന്നു, അതുകൊണ്ട് പോയില്ലെന്ന് വിചാരിച്ചു. ശരി, എന്നെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഒന്ന് സഹായിക്കും, എനിക്ക് പോകാനുള്ളതല്ലേ. മുറ്റം കാണാൻ വേണ്ടി ദേഷ്യം വന്നത് മുറ്റം കുറ്റം. സ്കൂളിൽ പോകണില്ലേ? പിന്നെ വിളിക്കുന്ന പ്ലസ് ടുവിന്റെ ഫസ്റ്റ് ക്ലാസ് ജീവിതത്തിൽ നിന്നും അകറ്റി നിർഭയത്തിന് കഴിയുമാറാകട്ടെ. ഇത് നമ്മുടെ ജീവിതമാണ്, നമ്മുടെ ജീവിതത്തിന്റെ സുഖവും സന്തോഷവും ഒന്ന് ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നു. ഒരിക്കലും വിജയമാവില്ല, എങ്കിൽ എല്ലാവരുടെയും ഒരു സഹകരണം പ്രതീക്ഷിക്കുകയാണ്. മോനെ സ്കൂളിൽ പോകണല്ലേ? ബെല്ലടിക്കാറായി, എഴുന്നേൽക്കോ. സ്കൂളോ? ഏത് സ്കൂള്? ഞാൻ പോണില്ല. അവൻ പോകുന്നില്ല എന്ന് വാശിയെടുത്ത സ്ഥിതിക്ക് അധ്യാപകനെ ചെന്ന് കാണുക തന്നെ. അമ്മ സ്കൂളിലേക്ക് പോകും. ഓ, എന്തൊരു ലോകം, എന്തൊരു രസം. ഹായ് ഹായ്. ഒടുവിൽ ഡോക്ടർ ഉണ്ടായി. ഞാൻ ഈ ശാസ്ത്രീയ പരിപാടിയിൽ ഒരു കാഴ്ചക്കാരനും കേൾവിക്കാരനുമായിട്ട് ഇരിക്കുകയാണ് ചെയ്തത്. നമ്മുടെ ആർപിമാർ രാധാമണി ടീച്ചറും വിനിത ടീച്ചറും സലീം ടീച്ചറും നമ്മുടെ ക്ലാസ് റൂമുകളിൽ ചെയ്യാനുള്ള ആരംഭം കുറിച്ചുകൊണ്ട് അഭിനയിച്ചുമൊക്കെ എന്ന് പറയുമ്പം ശരി എന്ന് പറഞ്ഞത് ഏറ്റെടുത്ത് വേറൊരാൾ ചെയ്യേണ്ടതാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള കൂടുതലും കുട്ടിയുടെ അക്കാദമിക കാര്യങ്ങൾ ഞാൻ പറയാം. അടക്കമുള്ള അപ്പൊ ഞാൻ DP ആണ്. ബാക്കി 6 ഇടങ്ങളിലാണ് ഞങ്ങൾ പരിപാടി അവതരിപ്പിച്ചത്. എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇടങ്ങളിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള സാറേ ജോലിക്കാർ BPC നവാസ് സാർ ഞാൻ തന്നെ